But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed. Think you're something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored? എൻ്റെ പേര് മഹേഷ്, ഇത് എൻ്റെ മകൾ ഭാമ, ഇത് ഞങ്ങളുടെ എന്താ പറയുക എല്ലാമല്ലായ ഉമാദേവി. ശരിക്കും പറയും കോട്ടയത്തുള്ളതാണ് ഈ ആന. 8 വർഷം മുമ്പ് ഞാൻ കോട്ടയത്ത് ജോലിയിലിരിക്കെ ഞാൻ സ്വന്തമാക്കിയതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ വന്നു, ഇത്രയും നാളായി. ഇവിടെ ഒരു റെസിഡൻസ് ഏരിയ ആണ്, എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്, എല്ലാവരുമായിട്ട് സോഷ്യലായിട്ടാണ് ആന പെരുമാറുന്നത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോഴത്തെ ചാനലിലും മീഡിയാസിലൊക്കെ വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോയുടെ ഇതാണ്. കുഞ്ഞും ആനയും കൂടെ തമ്മിലുള്ള അധികം കൂട്ടുകെട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കും. അതേപോലെ ഭാമു ഇപ്പോൾ ജനിച്ചൊരു 3 മാസമായപ്പോൾ തൊട്ട് തന്നെ ആനയെ കാണുന്നുണ്ട്, ആന എടുത്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പം എഴയാറും നടക്കാറും ഒക്കെ ആയപ്പോൾ എൻ്റെ കൂടെ ആനയോട് ചോറ് കൊടുക്കാനും എല്ലാത്തിനും എൻ്റെ മോള് വരുന്നുണ്ട്. അപ്പം മോള് പതുക്കെ അങ്ങോട്ട് പോയി ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ ഉള്ളവർക്ക് ഇതൊരു കൗതുകമല്ല, കാരണം ഇവിടെ എന്നും കാണുന്നതാണ് ഈ ഒന്നും വിടാറില്ല, കാരണം വീട്ടിൽ തന്നെയാണ് ഇവള്. ഇപ്പം ലോക്ക്ഡൗൺ ആയാലും ഫുൾ ദിവസം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് അവള്. ഞാൻ തിരുമേനി വാങ്ങിച്ചിട്ട് 8 വർഷമായി. ആ സമയം വരെ ഞാൻ കൂടെ ഉണ്ട്, ഞാനും എൻ്റെ മോനും കൂടെ നിൽക്കുന്നത്. പിന്നെ ആനെ സംബന്ധിച്ച് പറയാൻ അങ്ങനെ കലാപവും മറ്റുള്ളതൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. പിള്ളേരുമായിട്ടും വലിയവരുമായിട്ടും എല്ലാവരുമായിട്ടും ഈ നാട്ടുകാരായിട്ടും മൊത്തത്തിൽ ഒരു പ്രത്യേക ഒരു ഇതാണ് ഈ ആനയെ സംബന്ധിച്ച്. പിടിയാന ആയതുകൊണ്ട് പല പൂരപ്പറമ്പിലും ആനയ്ക്ക് വലിയ ഇതില്ല, കാരണം ഇപ്പം എല്ലാം കൊമ്പനാന തരംഗമാണ്. പിടിയാനകൾ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ പിടിയാന എഴുന്നള്ളിക്കുന്ന കുറച്ച് അമ്പലങ്ങളിൽ മാത്രം നമുക്ക് എഴുന്നള്ളത്തുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പത്മനാഭൻ്റെ കൂടെ ആറാട്ട് നടക്കുന്നൊരു അമ്പലമുണ്ട്, പാൽക്കുളങ്ങര അപ്പൂപ്പൻ കോവിൽ ചെറിയ ഉദ്ദേശം.
അപ്പോൾ അവിടെ ഇപ്പം ഒരു 6-7 വർഷം കൊണ്ട് ഇവിടെ വന്ന വർഷം തൊട്ട് അവിടെ തിടമ്പ് തരുന്നുണ്ട്, പത്മനാഭൻ ആറാറിന് പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത്രയും ഇത് പറയേണ്ടതാണ് നമ്മുടെ ശംഖുവും ദേവീക്ഷേത്രം. അവിടെയും ദാക്ഷായണി എന്നിട്ടൊരു പിടിയാന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവളാണ് എഴുന്നള്ളിക്കുന്നത് 5-6 വർഷമായിട്ട്. പിന്നെ നമുക്ക് കീഴാറൂർ രാജരാജേശ്വരി ദേവീക്ഷേത്രമുണ്ട്, അവിടെയും പോകുന്നുണ്ട്. പിന്നെ ഒത്തിരി അമ്പലങ്ങളുണ്ട്, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒത്തിരി അമ്പലങ്ങൾ, എല്ലാവരും ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെയൊക്കെ സ്ഥിരം പരിപാടിക്ക് അവർ വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാരക്കോണത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലമുണ്ട്. അങ്ങനെ ഇനി അടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ഇത്രയും വീഡിയോ ഒക്കെ വന്നപ്പോൾ ഭയങ്കര വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വകവയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഓരോ വീട്ടിലും ആനയ്ക്കൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു റെസിഡൻസ് ഏരിയയാണ്, എല്ലാ വീടുകളിലും ആനയ്ക്കൊരു വിലയുണ്ട്. എല്ലാവരുടെ അടുക്കളയിലും ആനയ്ക്ക് കയറി ഇറങ്ങാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം വിമർശിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഏറ്റവും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പോൾ ആനയുടെ മോളുടെ ഇഷ്ടം പോലെ വരച്ച ചിത്രങ്ങളാവട്ടെ, മോക്ക് കളിപ്പാട്ടങ്ങളാവട്ടെ, ഡ്രസ്സാവട്ടെ, ഒത്തിരി പേര് മോക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്ക് ഈ വിമർശനങ്ങളെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കണക്ക് കൂട്ടിയിട്ടുള്ളൂ.